ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ പ്രശസ്തമായ എടക്കൽ ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ഗുഹയല്ല, മറിച്ച് പാറക്കെട്ടുകൾക്കിടയിൽ ഇടുങ്ങിക്കുടുങ്ങിയ വെള്ളമാണ്. എടക്കൽ എന്നതിൽ നിന്നാണ് എടക്കൽ എന്ന പേരുള്ളത്. പിന്നെ എടക്കൽ ഗുഹയുടെ മേലെ തന്നെ ഒരു അമ്പുകുത്തി മല എന്നറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവിടെ ട്രെക്കിംഗ് 2013 മുതൽ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിർത്തികളും പിന്നെ അതിനപ്പുറത്തേക്ക് കടക്കാനൊന്നും പറ്റില്ല. പക്ഷേ അവിടെ അമ്പുകുത്തി മല എന്ന് ഐതിഹ്യം വരാൻ കാരണം ശ്രീരാമൻ്റെ പുത്രന്മാരായ ശവകുലന്മാർ എയ്ത അമ്പ് പതിച്ചാണ് ഈ പാറ പിളർന്നതെന്നുള്ള വിശ്വാസമുണ്ട്. അതിനാലാണ് ഇവിടെ അമ്പുകുത്തി മല എന്നറിയപ്പെടുന്നത്. പിന്നെ പ്രധാനം ദക്ഷിണേഷ്യയിലെ നവീന ശിലായുഗ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഈ സ്ഥലം ഏറെ പ്രധാനമാണ്. നെയോലിക്, മെസോലിക് കാലഘട്ടങ്ങളിൽ കൊത്തുപണികൾ ഇവിടെ ഒത്തിരിയുണ്ട്. ഏകദേശം 1200 മീറ്റർ ഉയരത്തിലുള്ള ഈ ഗുഹകൾ കേരളത്തിലെ പുരാവസ്തു ഗവേഷണത്തിലെ പ്രധാന നിധിയും കൂടിയാണ്. പിന്നെ ഞങ്ങൾ അത് മേലോട്ട് നടന്നു പോവുകയാണ്. ഏകദേശം 1 കിലോമീറ്ററിന് മേലെ നടക്കാനുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടി നടക്കുകയാണ്. പിന്നെ ഈ ഒരു എടക്കൽ ഗുഹ എന്ന് പറയുന്നുള്ളത് BCE 6000 വർഷത്തോളം ശിലായുഗ ചിത്രങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണ്. പിന്നെ 1990 മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോറസ്റ്റ് ആണ് ഈ ഗുഹ കണ്ടെത്തിയത്. നിയോലിക് നവീക ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യവാസത്തിൻ്റെ തെളിവുകളും സിന്ധു നദി സംസ്കാരങ്ങളുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന കൊത്തുപണികളും ഇവിടെയുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് 1890 ഫ്രെഡ് ഫോറസ്റ്റ് നായാട്ടിനിടെയാണ് ഈ ഗുഹ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഒരു പാറക്കെട്ടിന് മേലേക്ക് നിങ്ങൾക്ക് കൊത്തുപണികളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ മേലെയുള്ള ഞങ്ങൾ ഓട്ടത്തിലാണ്. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഒത്തിരി. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്യജീവികളും ഒരുപാട് കാഴ്ചകളും പിന്നെ വഴിയിലോര കച്ചവടക്കാരൊക്കെ ഞങ്ങൾ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഇവൻ ബാക്കോട്ട് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് ക്ഷീണം അറിയില്ല എന്നതിൻ്റെ ഒരു കാരണത്തിൽ കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മുകളിലോട്ട് നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവിടെയുള്ള മറ്റു ഇത് എന്ന് പറയുന്നുള്ളത്, യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ ഇവിടെ വഴിയോര കച്ചവടം